കോഴിക്കോട് പുതുപ്പാടിയിൽ 100 രൂപയെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ യുവാവിന് കുത്തേറ്റു. താമരശ്ശേരി സ്വദേശി രമേശനാണ് കുത്തേറ്റത്. ഒപ്പം ജോലി ചെയ്യുന്ന ബന്ധുവും മരുമകനും ചേർന്നാണ് ആക്രമിച്ചത് എന്ന് രമേശൻ പറഞ്ഞു. ഒരു 100 രൂപ കൊടുക്കാണ്ടായിരുന്നു. അപ്പോൾ നാളെ കൊടുക്കാമെന്ന് പറഞ്ഞു. അവൻ തരിപ്പടിച്ച് അന്നേരം അവൻ്റെ ഞങ്ങൾ ഒരു മത്സരം നടന്നപ്പോൾ അവൻ്റെ മരവും വന്ന് തലക്ക് കരിങ്കല്ലോട് തല്ലുകയും കത്തിയോട് കൈക്ക് കുത്തുകയും ചെയ്തത്. 400 കൊടുക്കാണ്ടായാലും 300 കൊടുത്ത് 100 നാളെ തരാമെന്ന് പറഞ്ഞാൽ വെള്ളമടിച്ച് എന്നോട് കൂടെ കയറി ഹെഡ് ചെയ്താണ്. മിഥില ബാലൻ കോഴിക്കോട് നിന്ന് ഒരിക്കൽ കൂടി ചേരുകയാണ്. മിഥില, ഇയാൾക്കേറ്റ പരുക്ക് എത്രത്തോളം ഗുരുതരമാണ്? എന്താണ് സംഭവിച്ചത്? ഇന്നലെ വൈകുന്നേരം 6:30-ക്കാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. പുതുപ്പാടിയിലാണ്. പുതുപ്പാടി പഞ്ചായത്ത് ബസാറിന് വെച്ചിട്ടാണ് വാക്കുതർക്കമുണ്ടാവുകയും പിന്നീട് ഇത് കത്തിക്കുത്തിൽ കലാശിക്കുകയുമായിരുന്നു. താമരശ്ശേരി കെടവൂർ പൊടുപ്പിൽ രമേശ്, ഇയാൾക്കാണ് പരിക്ക് പറ്റിയിട്ടുള്ളത്. കൂലി തർക്കവുമായി ബന്ധപ്പെട്ട് 100 രൂപയെ ചൊല്ലിയുള്ള ഒരു തർക്കമാണ് ഇത്തരത്തിലുള്ള വാക്കുതർക്കത്തിലും ഒപ്പം തന്നെ പിന്നീട് കത്തിക്കുത്തിലും കലാശിച്ചിട്ടുണ്ടായിരുന്നത്. ഇയാളുടെ കൂടെ ജോലി ചെയ്യുന്ന ബന്ധുവും ആ ബന്ധുവിൻ്റെ മരുമകനും ചേർന്നാണ് ഇത്തരത്തിൽ ആക്രമിച്ചത് എന്ന് രമേശൻ പറയുകയുണ്ടായി. കത്തിക്കുത്തിൽ തലയ്ക്കും കൈമുട്ടിനുമൊക്കെയാണ് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നത്. ആദ്യം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി പിന്നീട് വിദഗ്ധ പരിശോധനയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. 100 രൂപ നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇത്തരത്തിലുള്ള ഒരു കത്തിക്കുത്തിലേക്ക് കലാശിച്ചിട്ടുണ്ടായിരുന്നത്. പ്രവിത. ശരി, മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.